ഇന്ന് ഞാനൊരു മറ്റൊരു നാടൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നാടൻ കോഴി ഉപയോഗിച്ചുണ്ടാക്കിയ നാടൻ സ്റ്റൈലിലുള്ള നാടൻ കോഴിക്കറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ നാടൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കണ്ടോ, നല്ല നെയ്യൊക്കെ ഉള്ള നല്ല നാടൻ ചിക്കനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 10 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണത്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വലിയൊരു സവാള അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, പച്ചമുളകൊന്നും നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നില്ല. നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കണം. ഈ സവാള നന്നായി വാടി വന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതിൽ നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുരുമുളക് പൊടി നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതൊരു ഗ്രേവി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു. ഈ സമയത്തൊക്കെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോകും. കുരുമുളക് ഇട്ടത് കാരണം തന്നെ നമ്മൾ അധികം മുളക് പൊടി യൂസ് ചെയ്യരുത്, എരിവ് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യും. ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ വന്നത് നമ്മുടെ ജീരകപ്പൊടിയാണ്. ടീസ്പൂണാണത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുകൂടെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് കൂടെ നോക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നാടൻ ചിക്കൻ ആയത് കാരണം അത്യാവശ്യം വേവുണ്ടാവും ഇറച്ചിക്ക്. പിന്നെ 2 വിസിലെങ്കിലും വരണം, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് തുറന്ന് നോക്കാൻ പോകണം. വെള്ളമൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇത്രയും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് വറ്റിക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഈ പാകത്തിൽ വേണത് വെക്കാൻ. എന്നാൽ തന്നെ നല്ല ഉറപ്പായിരിക്കും ഈ നാടൻ ചിക്കൻ. അപ്പോൾ നെയ്യൊക്കെ, ചിക്കനിലുള്ള നെയ്യും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ്. കണ്ടോ, ഇത് കണ്ടോ, നല്ലൊരു പാകത്തെ ചോറിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കും ചെയ്യാം. അത്രത്തോളം ലൂസായിട്ടും അല്ല, ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്ര മതി. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.